സജീവയിൽ സഹകരണ ബാങ്കിലാണ് 22 ലക്ഷത്തിന്റെ വെട്ടിപ്പ് കണ്ടെത്തിയത്. പണയപ്പെടുത്തിയ സ്വർണം പരിശോധനയിൽ കണ്ടെത്താനുമായില്ല. ബാങ്കിന്റെ ഉപ്പള BT റോഡിലെ ശാഖയിൽ പണയപ്പെടുത്തി സ്ട്രോങ് റൂമിനകത്ത് സൂക്ഷിച്ചിരുന്ന 130 പവൻ സ്വർണമാണ് കാണാതായത്. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ നിന്നും ഉപ്പുപണം പണയപ്പെടുത്തി കോടികൾ വെട്ടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കാണാതായ വിവരം പുറത്തായത്. ബാങ്കിലെ നിത്യനിധി കളക്ഷൻ ഏജന്റും ബന്ധുക്കളും പണയപ്പെടുത്തിയതാണ് സ്വർണം. സംഭവത്തിന്റെ പിന്നിൽ ജീവനക്കാർക്ക് പങ്കുണ്ടെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. സ്വർണം പാക്കറ്റിൽ സ്വർണമില്ലാത്ത കുറെ ഭാഗങ്ങൾ 8 ആളുകൾ പണയപ്പെടുത്തിയ 8 ഐറ്റം കിട്ടി. അത് ഏകദേശം 22,50,000 രൂപയുടെ സ്വർണ്ണമാണ്. രേഖകളിൽ ഇല്ലാത്ത സ്വർണം പിടിച്ചത്. ഒരാൾ കൊണ്ടുവച്ച സ്വർണത്തിൽ 10 വളകളിൽ 7 വളകൾ വ്യാജമായിരുന്നു, മുക്കുവെള്ളമായിരുന്നു. ഇപ്പോഴത്തെ വീക്ഷണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ വീഴ്ചയിലുണ്ടായിട്ടുണ്ട് എന്നതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഭരണസമിതി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോഷണ കുറ്റത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. മനോരമ ന്യൂസ്, കാസർഗോഡ്. കർണാടക